ಎಲ್ಲರಿಗೆ ನಮಸ್ಕಾರ. ಅಖಂಡ ಟು ರೋಸ್ಟ್ ರಿಯಾಕ್ಷನ್ ಎಲ್ಲರೂ ಬನ್ನಿ. 1 2 3 സ്റ്റാർട്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാലയിട്ടൊരു ബോംബിനെ കുറിച്ചാണ്. പടം തുടങ്ങുന്ന ഒരു NI ഓഫീസ് കാട്ടിയിട്ടാണ്. അവിടെയുള്ള ഒരു ലേഡി ഓഫീസർ നമ്മുടെ ബാലയേനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ ഇടും. അപ്പൊ അവിടുത്തെ ഒരു ഓഫീസർ ബാലയ ഒരു പാവം മനുഷ്യനാണ് മേഡം, കഴിഞ്ഞ പടത്തിൽ മൂപ്പര് ഒരു 500 പേരെ കൊന്നു എന്നല്ലാണ്ട് വേറൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാലയേനെ കുറിച്ച് ഇങ്ങനെ തള്ളും. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാനാകില്ല മേഡം, ഈ പ്രകൃതി ആവശ്യപ്പെടുന്ന പ്രളയമാണ് അദ്ദേഹം. ഈ പറഞ്ഞത് സത്യാട്ടോ. പ്രളയം എന്ന് വെച്ചാൽ ദുരന്തം, ബാലയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുരന്തം. കറക്റ്റാ. അത്ര വലിയ ആളാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ അയാൾ എവിടെയുണ്ട്? അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആണ് ഗൈസ്. നമ്മുടെ ബാലയെ ഫുൾ ടൈം എയറിലാണല്ലോ, അതാണ് അയാൾ കൈപ്പൊക്കി അവിടെയാണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലയുള്ള ഒരു ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഒരു മഞ്ഞുമല കാണിക്കും. മഞ്ഞുമലയാണ് ഒരു ഉദ്ദേശിച്ചത്, പക്ഷെ ഒരു പന്നി വന്നപ്പോ ഒരു പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയ ഒരു പഞ്ഞിമല പോലെയായി. അവിടെ വെച്ചിട്ട് ബാലയെ ആളെടുത്ത് വളർത്തിയിട്ടുള്ള ഗുരുവിനെ കാണാനായിട്ട് പോവും. ഒരു പിഞ്ചു കുഞ്ഞായിട്ടാണ് ഈ പരമാത്മാവിന്റെ സന്നിധിയിൽ നീ ഞങ്ങളുടെ കയ്യിലേക്ക് വന്നത്. പക്ഷെ നിങ്ങളെ രണ്ടാളും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച സ്റ്റുഡന്റ് ആയിട്ട് തോന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഗുരു നമ്മുടെ ബാലയോട് തപസ് ചെയ്യാൻ പറയും. തപസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പവർഫുൾ ആവാൻ പറ്റുമെന്ന് പറയും. മനസ്സിലായ എന്തേലും പൊളന്നു നമ്മള് അമ്മാതിരി പവറാ. 2 ദിവസം ഒന്നും ആഹാരം വേണ്ട നമുക്ക്. ഇത് കേട്ട് ചാർജായിട്ട് നമ്മുടെ ഗാരു തപസ് ചെയ്യാനായിട്ട് പോവും. എന്താ എന്തു പറ്റി? അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് കുറച്ച് ബുദ്ധ സന്യാസികളുള്ള സ്ഥലം കാണിക്കും. അങ്ങോട്ട് ചൈനീസ് ആർമി വന്നിട്ട് അവന്മാരെയൊക്കെ കൊല്ലും. എന്നിട്ട് മിലിറ്ററി ജനറലാന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് സൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന ബംഗാളിനെ കാട്ടിയിട്ട് മിലിറ്ററി ജനറലാന്നൊക്കെ പറയും. പണവും നമുക്കുണ്ടിനാ സൈറ്റുണ്ടല്ലോ, സൈറ്റിൽ പണിയുണ്ടല്ലോ, വാശമുണ്ടിന്റെ പൊടിയാവാ. പിന്നെ അവിടെ വെച്ചിട്ട് ഇവനൊരു കോള് വരും. ഇവന്റെ മോനെ ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ഒരു ഓഫീസർ കൊന്നു എന്ന് പറയും. എന്നിട്ട് അങ്ങോട്ട് പോവും. എന്നിട്ട് ഇന്ത്യക്കാരൻ മൊത്തം കൊല്ലാനുള്ള പ്ലാൻ അവൻ ചോദിക്കും അവിടെയുള്ള ആൾക്കാരോട്. പിന്നെ ഈ മിലിറ്ററിയിലുള്ള ആൾക്കാരുണ്ടല്ലോ പച്ച മലയാളത്തില് സംസാരിക്കുക. അതിനെ കരയിക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി നേരിട്ട ആ രാജ്യത്തിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന എക്സ് ജനറൽ ചാങ്ങിനെ പോയി കാണണം. കൊച്ചു ടിവിക്ക് ഡബ് ചെയ്യുന്ന ആൾക്കാരാണ് തോന്നിയവര്. അത് കഴിഞ്ഞിട്ട് ഇവന്മാര് ഇന്ത്യനെ തോൽപ്പിക്കാനായിട്ട് PhD എടുത്തിട്ടുള്ള ആളുടെ അടുത്ത് പോകും. ആള് പറയും ഇന്ത്യക്കാര് ഭയങ്കര വിശ്വാസികളാണ്, അതാണ് നമ്മൾ യുദ്ധം ചെയ്യുമ്പോ അവര് നമ്മളെ തോൽപ്പിക്കണേന്ന് പറയും. ആ ധൈര്യമാണ് അവർ വിശ്വസിക്കുന്ന ദൈവം. എന്തോ എങ്ങനെ ഞാൻ ആരേട്ടാ? ഇയാളീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് മറ്റവന് പേയളകിയ പോലെ എന്നിട്ടാണ്ടൊക്കെ കാണിക്കും. പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഒരു കളക്ടർ MLAക്ക് ഒരു പരാതി കൊടുക്കാനായിട്ട് വരും. അവരുടെ പഞ്ചായത്തിൽ കുറച്ച് കഞ്ചാവ് കൃഷി നടത്തുന്ന അപരാധങ്ങളുണ്ട്, അവരെ പിടിക്കാനായിട്ട് പറയും. ഇത് കേൾക്കുമ്പോ MLA അപ്പൊ എന്റെ ഫോൺ എടുത്ത് ഒരാളെ വിളിക്കും. നമ്മ പോലീസുകാരെ വിളിക്കാന്ന് വിചാരിക്കും, പക്ഷെ ബാലികേനെ വിളിക്കും. അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്നെ ബാലയെ പറന്ന് വരും. എന്നിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടും. അപ്പൊ വണ്ടി കിടന്ന് പമ്പരം കറങ്ങും. പിന്നെ മണ്ണിൽ ഒരൊറ്റ ചവിട്ട് ബാലയങ്ങ് ചവിട്ടും. അപ്പൊ അവിടെ ഉള്ളവന്മാരൊക്കെ പറന്നു പോവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാരു അവിടെ ഉള്ളവന്മാരെ ഒരു 20 മിനിറ്റ് ഉപദേശിക്കും. ഞാൻ നിന്നെ കത്തിച്ച് കരിച്ചു കളയടാ. അല്ല നിങ്ങൾ ഇതും തമ്മിൽ എന്താ ബന്ധം? എന്റെ നാടിന് വിശന്നാ ഞാൻ യാചിക്കൂടാ, അതുപോലെ ആപത്ത് വന്നാ ഞാൻ വാളെടുക്കൂടാ. ഈ നാടിന് ദ്രോഹം ചെയ്യുന്നവരെ ഞാൻ തീർക്കൂടാ. അങ്ങനെയാണെങ്കിൽ ആദ്യം ആ കത്തി എടുത്തിട്ട് നീ സ്വയം കുത്തിച്ചാവും, അതായിരിക്കും നല്ലത്. കണക്ക് കൂട്ടാൻ ഞാൻ എന്താ വെറും ലേ ഔട്ടാണെന്ന് കരുതിയോ? എടോ കുറച്ച് തൊള്ള തുറക്കൂടോ, അപ്പുറത്ത് നിക്കണ ആളെ താൻ വിഴുങ്ങോ. പുള്ളിക്ക് തൊണ്ട വേനൊന്നും വരൂല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാറിലടായി. ഇതും പോരാണ്ട് നമ്മുടെ ഗാരു അവിടെയുള്ള ആൾക്കാരെ അവരുടെ ഭാഷയിൽ അവരെ ഉപദേശിക്കും. കർണാടക ഈസ് മൈ ബ്രദേഴ്സ് ഹൗസ്. എല്ലാതറിയൂ എന്താന്തറിയൂ എന്തെന്തെങ്കി കന്നഡ വാരികൂ. പാത്തോടനെ തെരഞ്ഞു കത്തുക്ക. നീ എന്നെ മക്കളോടെ കണ്ണീർ തുടക്ക വന്ന വാദ്യാർ MGR. அவனை சொல்லி நிறுத்துங்களேன்டா. அவன் நிறுத்துற அந்த லூசுக்கு மட்டும் வந்துட்டே இருக்கான். வர நிறுத்துற அவனை பைத்தியக்காரப்ப. अबे चुप. मुंबई और महाराष्ट्र के बारे में तेरे बाप से भी ज्यादा जानता हूँ मैं.
ആരെങ്കിലും അയാളുടെ വായയിൽ ഇത്തിരി പെവിക്കൊക്കെ വെച്ച് ഒട്ടിക്കടാ. ഈ മണ്ണ് പലപ്പോഴും കണ്ണീര് കണ്ടിട്ടുണ്ട്, കഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട്, രക്തം കണ്ടിട്ടുണ്ട്, യുദ്ധം കണ്ടിട്ടുണ്ട്. That's enough! That's enough! That's enough! പക്ഷെ ഒരാളെ ഉപദേശിച്ച് കൊല്ലുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇങ്ങനെ ഉപദേശം സഹിക്കാൻ പറ്റാണ്ട ഗുണ്ടകളെ പഞ്ചായത്ത് വിട്ടു പോവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലയ്യയുടെ വീട് കാണിക്കും. ബാലയ്യയുടെ വീട്ടിൽ ബാലയ്ക്ക് ഒരു അനിയത്തി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വിശ്വസിച്ചില്ലേ ഇത് ബാലയുടെ അനിയത്തിയാന്ന്? പക്ഷെ ഇത് ബാലയുടെ ഇതൊക്കെ എന്ത്? അന്ന് ഹണി റോസിന് അമ്മയൊക്കെ മുതലണങ്ങേര്. അമ്മയെ അപമാനിക്കുന്നവൻ ഭൂമിയിൽ ജീവിക്കാനും യോഗ്യനല്ല. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ് ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. പിന്നെ നമ്മുടെ ബാലയ്ക്ക് ഒരു മോളുണ്ട്. അവളൊരു സയന്റിസ്റ്റാ. ഒരു ദിവസം അവളുടെ ബർത്ത്ഡേയുടെ അന്ന് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവളുടെ ചീഫ് വന്നിട്ട് എനിക്കും ബാലയെ കാണണം, ബാലയുടെ കൂടെ എനിക്കൊരു ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് നമ്മുടെ ബാലയുടെ വീട്ടിലേക്ക് പോവും. അവിടെ വെച്ച് പിന്നെ അറിയാലോ, നമ്മുടെ ബാലയ്യനെ കാണുമ്പോ ചീഫിന് ചെറുതായിട്ടൊന്ന് ക്രഷ് അടിക്കും. മക്കള് വാ അപ്പൂപ്പനെ ചേർത്ത് പിടിച്ചോ. എടോ കാട്ടിക്കളവാ, ഇതിനു വേണ്ടിയാണല്ലോ എന്നെ നീങ്ങി ഈ പടത്തിന് പറ്റിമ കയറ്റി ഒട്ടിച്ചേ. മാമനോടൊന്നും തോന്നല്ലേ? പിന്നെ രാത്രിയാകുമ്പോ നമ്മുടെ ബാലയ്ക്ക് വെള്ളം അടിക്കേണ്ട ആകെ പ്രാന്ത് പിടിച്ച് നടക്കും. എന്നാ സാറേ, അടിക്കാനുള്ള സമയമായല്ലേ? അതേടാ, വേഗം എടുക്ക്, എന്നിട്ട് വേണം ആഹാരം കഴിക്കാൻ. A few moments later. നീ വേഗം പുറത്തു പോയി ഒരു കുപ്പി വാങ്ങിച്ചോണ്ട് വരാൻ നോക്ക്. എന്റെ സാറേ, രാത്രി 8 മണി കഴിഞ്ഞ് വൈൻ ഷാപ്പ് തുറന്നാ തീ വെക്കുമെന്ന് പറഞ്ഞ് അടപ്പിച്ചത് സാറ് തന്നെയല്ലേ? Flash back. ലഹരി മരുന്ന് കൊടുത്താൽ അതുണ്ടാക്കുന്നത് വികാസമാണോ വിനാശമാണോ? പിന്നെ സാധനം കിട്ടാണ്ട് നമ്മുടെ ബാലയ്യ അവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കും. എന്റെ ഈശ്വര, എവിടുന്ന ഈ മണം? വേസ്റ്റ് ഗ്ലാസ്സാ? വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ? സോഡ ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് പാടുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഡാൻസ് കളിക്കാൻ പോകും. പിന്നെ അവിടെ വെച്ചിട്ട് കൊല സ്റ്റെപ്സുകൾ ഉണ്ട് ഇവരുടെ. ഇയാൾ എന്തായി കാണിക്കുന്നത്? അവന്റെ മാസ്റ്റർ പീസാണ്. അത് കൈവെക്കാൻ ആരും അനുവദിക്കില്ല. സെക്കൻഡ് സ്റ്റെപ്പ്. നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, നേരത്തെ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. അത് കഴിഞ്ഞിട്ട് ചൈനീസുകാരെല്ലാവരും കൂടിയിട്ട് കൊറോണ വൈറസ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മുടെ സൈറസിനെ വിളിച്ചിട്ട് കുംഭമേളയിൽ പോയിട്ട് ആ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ പറയും. അങ്ങനെ നാട്ടുകാർ കുറെ പേര് ചാവും. മോനെ, ഏട്ടനൊരു ഐഡിയ പറയാം വൈറസിനെ നശിപ്പിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് വരെ 9 മണി വരെ നിൽക്കുകയും 5 മണിക്ക് നമ്മളെല്ലാവരും കൂടെ ക്ലാപ്പ് ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ആ ശബ്ദം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മന്ത്രം പോലെയാണ്. അതിൽ ഒരുപാട് ബാക്ടീരിയയും വൈറസും ഒക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നശിച്ചു പോകട്ടെ, എല്ലാവരും സഹകരിക്കണം. അത് കഴിഞ്ഞിട്ട് സൈറസ് അങ്ങോട്ട് വന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് ഇതൊക്കെ നടന്നിട്ട് ദൈവം ഒന്നും ഇടപെട്ടില്ലല്ലോ, അപ്പൊ ദൈവം ഇല്ലാന്നങ്ങ് പറയും. ദൈവം ഉണ്ടോ അതോ ഇല്ലയോ? ഇത് കേട്ടിട്ട് അങ്ങനെ ഇന്ത്യയിലുള്ള ആൾക്കാർ മൊത്തം വ്യത്യസ്തമായിട്ട് അമ്പലമൊക്കെ അടച്ചു പൂട്ടും. അത് കഴിഞ്ഞിട്ട് ബാലയുടെ മോള് കൊറോണ വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് ലാബിക്ക് പോയിട്ട് മൈക്രോസ്കോപ്പ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 തിരിയങ്ങ് തിരിക്കും. അപ്പേക്കും കൊറോണ വാക്സിൻ റെഡി. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോൾ ലാബിക്ക് സൈറസിന്റെ ആൾക്കാരും ചൈനീസുകാരുടെ ആൾക്കാരും ഒരു PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ തോക്കൊക്കെ വെച്ചിട്ട് അവരെ കൊല്ലാനായിട്ട് വരും. എന്നിട്ട് ആ ലാബിന്ന് ബാലയുടെ മോള് രക്ഷപ്പെടും. പിന്നെ ആ ചീഫ് അവിടെ വെച്ച് പടാവും. അത് കഴിഞ്ഞിട്ട് ബാലയുടെ മോള് ഓടി ഒരു മഞ്ഞുമലയ്ക്ക് പോവും. അവിടെ വെച്ച് വില്ലന്മാര് അവളെ പിടിക്കും. അപ്പൊ അവിടെ വെച്ച് അന്ന് തപസ് ചെയ്തിട്ട് ഫ്രീസായി പോയ ബാലയ ഡോക്ടർ സ്റ്റേഞ്ചിന്റെ സ്പെല്ലിട്ടിട്ട് മെൽറ്റായിട്ട് ഒരു ഉൽക്കയുടെ പോലെ മൂപ്പര് അങ്ങോട്ട് വരും. ഭാവസ്വാമി ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി നൃത്തം ചെയ്യും ഭാവസ്വാമി, ഇത്രയേ ഉള്ളൂ ഭാവസ്വാമി. പിന്നെ അവിടെ വെച്ചിട്ട് ഇങ്ങേരെ അവന്മാര് വെടി വെക്കും. അപ്പൊ ഇങ്ങേര് ശൂലം വെച്ച് അത് ബ്ലോക്ക് ചെയ്യും. ഹെലികോപ്റ്റർ ട്രെയിനിങ് പിന്നെ അവിടെയുള്ള കുറെ പേരെ ഗ്രൈൻഡ് ചെയ്ത് കൊല്ലും.
ഓ, പുതിയ സുജാത 2-in-1 മിക്സിയാണ്. മിക്സിയോടൊപ്പം ഫ്രഷ് ജ്യൂസ് മേക്കർ കൂടി നൽകുന്ന സൂപ്പർ 2-in-1 മിക്സി, അതും സാധാരണ മിക്സിയുടെ വിലയിൽ. പിന്നെ ഒരുത്തനെ കുത്തി കറക്കും. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ പിന്നെ ഒരുത്തനെടുത്ത് തിരിച്ചിട്ട് ഒഴിഞ്ഞിടും. വരദൃഷ്ടി സമസ്ത ദൃഷ്ടി. ഫിലിപ്പിന്റെ പാറി. അങ്ങനെ നമ്മുടെ ബാലയെ അവിടെയുള്ളവന്മാരെയൊക്കെ ഇടിച്ചു കൂട്ടി കൊല്ലും. പിന്നെ ഗുണ്ടകൾ അന്വേഷിച്ചിട്ട് നമ്മുടെ സൈറസ് പോണ സമയത്ത് അവിടെ ഒരു ശവപ്പറമ്പ് കാണും. വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടപ്പ അപ്പൊ എന്നെ അങ്ങോട്ടേക്ക് കുറച്ച് കോക്കാച്ചികൾ വരും. എന്നിട്ട് എടാ ഇതൊക്കെ ചെയ്തേക്കെന്താ പൂപ്പന്താടി വെച്ച കിളവനാണ്, മര്യാദക്കിരുന്ന് എന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചത് അയാളാണെന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. പണ്ട് ഇവര് കുരുതി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് നമ്മുടെ ബാലയെ വന്നിട്ട് ഉമ്മാരെ ചവിട്ടി കൂട്ടി അൽഫാമാക്കിയിട്ട് കറക്കും. കാറ്റാടി കാറ്റാടി നീയാണെൻ കാറ്റാടി, കണ്ണാലെയൊന്നും മിണ്ടൂലേ എന്നെ ഇഷ്ടമല്ലേ. അങ്ങനെ സൈറസ് ഗാങ്ങും കോക്കാച്ചി ഗാങ്ങും ഒന്നാവും. ഈ സമയത്ത് നമ്മുടെ ബാലയെ ഒരു പൂട്ടി കിടക്കണ അമ്പലം തുറക്കാനായിട്ട് പോവും. അപ്പൊ നാട്ടുകാർ വന്നിട്ട് കൊറോണ വന്നപ്പോ ഞങ്ങൾ ദൈവത്തിനെ വിളിച്ചിട്ട് ദൈവം ഒന്നും വന്നില്ല, ദൈവം ഇല്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ ബാലയ നിങ്ങൾ കൂട്ടുകാരെ ഫോൺ വിളിക്കുമ്പോ ഇടയ്ക്ക് ബിസി ആവാറില്ല, അതേപോലെ ദൈവം ബിസി ആയതാന്ന് അവരോട് പറയും. വലിയ നായകരനാണല്ലോ, വന്ന് രക്ഷിക്കായിരുന്നല്ലോ നിങ്ങളുടെ ദൈവത്തിന്. എവിടെ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്നിട്ട് ഇങ്ങനെ ഒരു 20 മിനിറ്റ് അവിടെ നിൽക്കണ ആൾക്കാരെ ഉപദേശിക്കും. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ടി ആത്മഹത്യ ചെയ്യാൻ മോനെ. പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഹെലികോപ്റ്റർ വരും. അത് ബ്ലാസ്റ്റ് ആയിട്ട് അതിന്റെ ലീഫ് കറങ്ങി കറങ്ങി ആ നാട്ടുകാരുടെ അടുത്തേക്ക് പോണ സമയത്ത് ബാലയെ അതെടുത്ത് കറക്കും. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ. പിന്നെ അങ്ങോട്ടേക്ക് കോക്കാച്ചി വരും. അപ്പൊ ബാലയെ ഒരു ഗതി എടുത്തിട്ട് അവന്റെ വയറ്റിൽ കുത്തിയിട്ട് തിരിക്കും. എന്നിട്ട് അവന്റെ കാല് വാരി നിലത്തടിച്ചിട്ട് പിന്നെ അവന്റെ ഹാർട്ട് ബീറ്റ് നോക്കും. അപ്പൊ അവൻ ചത്തില്ല എന്ന് മനസ്സിലാക്കും. എന്നിട്ട് വീണ്ടും കാല് വാരി അടിക്കും. എന്നിട്ട് വീണ്ടും ഹാർട്ട് ബീറ്റ് നോക്കും. ഇവിടെ ലോജിക്ക് വെള്ളമല്ല, എനിക്കൊന്നാണ് ലോജിക്ക് കപ്പലിൽ ചാടി വെള്ളത്തിൽ ചാടി ചത്തെന്ന് പറഞ്ഞാൽ അത് ലോജിക്ക്, അങ്ങനത്തെ അവസ്ഥയാണ്. നമ്മുടെ ബാലയെ ഇവിടെ അപരാധം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുടെ അമ്മ പടയി. അപ്പൊ അങ്ങോട്ട് ശിവൻ രൂപം മാറിയിട്ട് ആ അമ്മയുടെ ചിത കത്തിക്കും. അവന് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ. അപ്പൊ അന്ന് കൊറോണ വന്നിട്ട് നാട്ടുകാർ വിളിച്ചപ്പോ എന്താ വരാഞ്ഞ്? അങ്ങനെയൊന്നും പറയല്ല, ഞാൻ പോട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ആർമിക്കാർ വരും. അപ്പൊ നമ്മുടെ ബാലയ ഇന്ത്യനെ നശിപ്പിക്കാൻ നോക്കിയ ചൈനേനെ ഞാൻ ഒറ്റയ്ക്ക് പോയി കൊല്ലുന്ന് പറയും. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലയെ ഒറ്റയ്ക്ക് ചൈനയ്ക്ക് പോയിട്ട് ചൈന മൊത്തം കത്തിക്കും. ഈ പടം വല്ലതും ചൈനക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയായിട്ട് യുദ്ധം വെക്കാൻ വരെ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് അപരാധങ്ങൾ വന്നിട്ട് നമ്മുടെ ബാലയേനെ ഷോക്ക് അടുപ്പിക്കാൻ നോക്കും. നമ്മുടെ ബാലയ്ക്ക് എന്ത് ഷോക്കാവുമാരി എടുത്ത് അങ്ങ് എറിയും. എന്നിട്ട് 5 പേരായിട്ട് നടന്നു വരും. ഇനി 5 പേരും സഹിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് ബാലയും ശിവനും കൂടിയിട്ട് അങ്ങ് താണ്ടവാടും. എന്റെ പൊന്നെ, എവിടെ നിന്നാണ് ഈ ശിവനെ കിട്ടിയത് നിങ്ങൾക്ക്? അടി 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 അടിച്ചിരിക്കാമെന്നല്ലേ മനസ്സിലായോ? അടി 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 വിളിക്കാമെന്നല്ലേ ഒന്നാ നിന്നാ മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ആ ചൈനക്കാരനെ കൊന്നിട്ട് നമ്മുടെ ബാലയെ കൈലാസത്തേക്ക് നടന്നു പോവും. അങ്ങനെ പാടം കഴിഞ്ഞു. എനിക്ക് മതിയായി. ഹലോ ഗായ്സ്, ഈ ഒരു മൂവി ವರ್ಸ್ಟ್ ಇರಿಟೇಷನ್ ಮೂವಿ. ದೇವರೇ ತೂಟ, ಗಾಡೇ ನೋಡಿದರೆ, ದೇವರೇ ನೋಡಿದರೆ ಈ ಮೂವಿಯನ್ನು ತೆಗೆದು ಗೆಪ್ಪಿಕೊಡ್ಬೋದು, ಆ ರೀತಿಯಲ್ಲಿ ಇರೋ ಮೂವಿ ಆಗಿದೆ. ಮೇಲಿಂದ ಶಿವ ನೋಡಿದರೇನೆ ಈ ಮೂವಿಯನ್ನು, ಅಖಂಡ 2 ನೋಡಿದರೆ ಸತ್ತೋಗೋದು, ಆ ರೀತಿ ಇರುವ ಒಂದು ಮೂವಿ ಆಗಿದೆ. ಇದಕ್ಕೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಸೆನ್ಸರ್ ಕೊಟ್ಟಿದೆ ಅಂತ ಗೊತ್ತಿಲ್ಲ. ಇದರಲ್ಲಿ ಗಾರ್ಡನ್ನೆಲ್ಲ ಇದು ಎಂತೆಂತ ಮಾಡಿಬಿಟ್ಟಿದ್ದಾರೆ, ಹೆಲಿಕಾಪ್ಟರ್ ಶಾಟ್ ಹಾಗೆಲ್ಲ ಇರಿಟೇಷನ್ ಮೂವಿ. ಹಲೋ ಗೈಸ್, ಅಖಂಡ ಚಾಪ್ಟರ್ 2 ಬಾ.